എന്താ ഹരിയേട്ട അങ്ങനെ പറഞ്ഞത്? അമ്പരപ്പ് നിറഞ്ഞ മുഖത്തോടെ കൃഷ്ണ ചോദിച്ചു. അല്പനേരം അവൻ നിശബ്ദനായി നിന്നു. ഒന്നുമില്ല, ഞാൻ വെറുതെ. അവൻ തല ചലിപ്പിച്ചു. കൃഷ്ണ അവനെ സംശയത്തോടെ ഉറ്റുനോക്കി. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അവളുടെ നോട്ടത്തെ അവഗണിച്ചുകൊണ്ട് ഹരി ചോദിച്ചു. കൃഷ്ണയിൽ നിന്ന് മറുപടിയൊന്നും വന്നില്ല. ഹരിയേട്ട, അവൾ പതിയെ വിളിച്ചു. എന്താ പറ്റിയത്? എനിക്കൊന്ന് സംസാരിക്കണം. മറ്റെവിടേക്കോ ദൃഷ്ടി പായിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ബന്ധുക്കളുടെ തിരക്കും ബഹളവും ഇല്ലാത്തൊരിടം കണ്ടെത്താൻ അധികം ചിന്തിക്കേണ്ടി വന്നില്ല. പിന്നാമ്പുറത്തു കൂടിയുള്ള ഇടവഴിയിലൂടെ ഹരി നടന്നു. പിന്നാലെ കൃഷ്ണയും. ആ ചെറിയ വഴി അവസാനിക്കുന്നത് ഒരു കാവിലേക്കാണ്. ആൽമരങ്ങളാലും മറ്റു വൃക്ഷങ്ങളാലും ചുറ്റപ്പെട്ടു കിടക്കുന്ന ഇടം. അരളിച്ചെടികളും ചമ്പകവും ശംഖുപുഷ്പവും വ്യാപിച്ചു കിടക്കുന്ന പരിസരത്ത് ചെറിയൊരു കുളമുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അതിൻ്റെ പടവുകളിൽ അവൾ ഇരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ ഹരിയുടെ വീട് കാണാമായിരുന്നു. ചെമ്പകശ്ശേരിയിലേക്ക് ആദ്യമായി എത്തിയതിനു ശേഷം മിക്ക സമയങ്ങളിലും കൃഷ്ണ കാവിനടുത്തുള്ള സ്ഥലത്തായിരുന്നു എന്ന് ഓർത്തു. പലപ്പോഴും ഒറ്റയ്ക്ക് വന്നിരുന്നു. കരഞ്ഞു തീർത്തിരുന്ന ഇടമാണ്. അവിടേക്കാണ് ഹരിയും എത്തിയത്. തങ്ങളുടെ സൗഹൃദത്തിൻ്റെ ആരംഭവും ഇവിടെ നിന്നായിരുന്നു. ഹരിയേട്ടനും താനും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പരസ്പരം പങ്കുവെപ്പെട്ടതിൻ്റെ ഓർമ്മകൾ അവശേഷിക്കുന്ന ഇടം. കുളത്തിൻ്റെ പടവുകളിൽ പണ്ടെങ്ങോ കല്ലുകൾ കൊണ്ട് കോരിയിട്ട തൻ്റെ പേര് അവൾ അന്വേഷിച്ചു. പായൽ മൂടിയ നിലയിൽ തൻ്റെ പേര് എഴുതപ്പെട്ടിരിക്കുന്നത് അവൾ കണ്ടെത്തി. അതിന് തൊട്ടരികിലായി ഹരിയുടെ പേരുമുണ്ടായിരുന്നു. ഹരിയും പഴയ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നെന്ന് കൃഷ്ണക്ക് തോന്നി. അത് സത്യവുമായിരുന്നു. സൗഹൃദം ആരംഭിച്ച ഇടം. ഒഴിവുനേരങ്ങളിൽ വന്നിരുന്നു സല്ലപിച്ച പടവുകൾ. മറ്റാർക്കും പ്രവേശനം ഇല്ലെന്ന് പറഞ്ഞ് ഹരിയുടെയും കൃഷ്ണയുടെയും മാത്രമെന്ന് സ്വയം സ്ഥാപിച്ചു. രണ്ടുപേരുടെയും പേരെഴുതി ഇട്ടിരുന്ന തങ്ങളുടെ മാത്രം ഒളിസങ്കേതം. ഹരിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. കൃഷ്ണ കാണാതെ കണ്ണുകൾ തുടച്ചെങ്കിലും അവൻ കരയുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. എന്താ പറയാനുള്ളതെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവൻ തന്നെ പറയട്ടെ എന്നു കരുതി കൃഷ്ണ മൗനം പൂണ്ടു. കുറച്ചു നേരം നിശബ്ദത തളം കെട്ടിക്കിടന്നു. നാളെ കൂടി കഴിഞ്ഞാൽ പിന്നെ നീ ഇവിടുന്ന് പോകുവല്ലേ? ഹരി ദൂരേക്ക് നോക്കി ചോദിച്ചു. അവൾ മൂളി. ഇനിയൊരു ദിവസം കൂടി. നാളെ നേരം ഇരുട്ടി വിളക്കുമ്പോൾ കൃഷ്ണവേണി മറ്റൊരാളുടെ ഭാര്യയല്ലേ? കൃഷ്ണ തലചരിച്ചു ഹരിയെ നോക്കി. അവൻ ദൂരേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ഹരിയേട്ടനും മീനു ചേച്ചിയുടെ ഭർത്താവാകാൻ പോവല്ലേ? അവൾ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നമുക്കിടയിൽ മറ്റാരും വേണ്ടിയിരുന്നില്ല അല്ലേ? മീനാക്ഷിയും അഭിമന്യുവും ആരും വേണ്ടിയിരുന്നില്ല. നമ്മൾ മാത്രം മതിയായിരുന്നു. ഹരി അവളെ നോക്കി ചോദിച്ചു. എന്താ ഹരിയേട്ടാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഉള്ളിലൊരു ചെറിയ ഭയത്തോടെ അവൾ ചോദിച്ചു. അറിയില്ല, നമ്മൾ അകന്നു പോകുന്നത് പോലെ ഒരു തോന്നൽ. നമുക്കിടയിൽ ഒരുപാട് മാറ്റം വന്നതുപോലെ. മീനുവും അഭയും വന്നതിൽ പിന്നെ നമ്മൾ പഴയ ഹരിയും കൃഷ്ണയും അല്ലാതായതുപോലെ. അവൻ തല കുമ്പിട്ട് പറഞ്ഞു. വാക്കുകളിൽ വിഷാദം നിയലിച്ചു. അതൊക്കെ വെറും തോന്നലല്ലേ? നമ്മൾ അകന്നെവിടെയും പോണില്ലല്ല. അവനെ സമാധാനിപ്പിക്കാൻ എന്നോണം കൃഷ്ണ പറഞ്ഞു. തോന്നലല്ല, സത്യമാണ്. നീ ഒരുപാട് മാറി. നിനക്കിപ്പോൾ എന്നേക്കാൾ വലുത് അഭിമന്യുവാണ്. അവനാണ് നീ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കൃഷ്ണ കണ്ണുകൾ മേയിച്ചു. അവൻ പറയുന്നത് കേട്ടിരുന്നു. അന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞതിൽ പിന്നെ നീ എന്നോട് നേരാവണ്ണം സംസാരിച്ചിട്ട് കൂടിയില്ല. ഞാൻ ഫോൺ ചെയ്താൽ നീ ഉടനെ കട്ട് ചെയ്തു പോകും, എന്നെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ. അപ്പോൾ ഹരിയേട്ടൻ എന്നെ അവോയ്ഡ് ചെയ്തിട്ടില്ലേ? കൃഷ്ണ തിരികെ ചോദിച്ചു. മീനുച്ചേച്ചുമായി ഇഷ്ടത്തിലായതിൽ പിന്നെ എന്നോട് അവഗണന കാണിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ ഹരിയേട്ടന്? കഴിഞ്ഞ മാസങ്ങൾക്കിടയിൽ എത്രയോ തവണയായി എന്നോട് നല്ലതുപോലെ മിണ്ടിയിട്ട്. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പോയിട്ട്. പലപ്പോഴും ഹരിയേട്ടൻ വന്നിട്ട് മീനുച്ചേച്ചുമായി മണിക്കൂറുകൾ സംസാരിച്ചിരുന്നിട്ട് ഒരു 5 മിനിറ്റ് തികച്ച് എന്നോട് മിണ്ടാതെ തിരികെ പോയിട്ടുണ്ട് ഇല്ലേ? ചില നേരത്തെ ഹരിയേട്ടൻ വരുന്നതും തിരികെ പോകുന്നതും ഞാൻ അറിഞ്ഞിട്ടില്ല. അടുക്കള ഭാഗത്തൊന്ന് വന്ന് നോക്കിയിട്ടുണ്ടോ? ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് അറിയാവുന്നതല്ലേ? ഹരിയേട്ടൻ മീനു ചേച്ചിയെ സ്നേഹിച്ചോ? എന്നാലും ഞാനൊരാൾ ഉണ്ടെന്ന് മറന്നു പോയിട്ടില്ലേ? ഇല്ലെങ്കിൽ പറയും. ഇടറുന്ന ശബ്ദത്തോടെ ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു നിർത്തി. അവൾ പറയുന്ന ഓരോ വാക്കുകളും ഹരി വേദനയോടെയാണ് കേട്ടത്. അവൾ പറഞ്ഞത് എല്ലാം സത്യമാണ്. പലപ്പോഴും താനാണ് അവളെ അവഗണിച്ചത്. എല്ലാ അർത്ഥത്തിലും കൃഷ്ണയെ താൻ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. അത് മനഃപൂർവ്വം ചെയ്തതല്ല. എങ്കിലും ഇന്നവരെ ഒരു വാക്കുപോലും അവൾ പരാതി പറഞ്ഞിട്ടില്ല എന്നത് അവൻ ഓർത്തു. കഴിഞ്ഞ നാളുകളിൽ താൻ കൃഷ്ണയോട് കാട്ടിയ അവഗണനയേക്കാൾ എത്രയോ വലുതാണ്, എത്രയോ ചെറുതാണ് വെറും 2 ആഴ്ച കൊണ്ട് അവൾ ചെയ്തത്. എന്നിട്ടും അത് തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഹരിയുടെ ഹൃദയം കുറ്റബോധത്താൽ നീറി. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അത്രയും പറയേണ്ടിയിരുന്നില്ല എന്ന് കൃഷ്ണക്ക് തോന്നിയത്. ഹരിയുടെ മുഖത്തേക്ക് നോക്കിയതും അവൾക്ക് സങ്കടം അധികരിച്ചു.
സോറി ഹരിയേട്ടാ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അവൾ പറഞ്ഞു. നീ പറഞ്ഞതാ ശരി. ഞാൻ നിന്നെ ഒരുപാട് അവോയ്ഡ് ചെയ്തു. പക്ഷെ അതൊന്നും തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. നീ എന്നോടൊന്ന് സൂചിപ്പിച്ചത് കൂടിയില്ലല്ലോ. ഒരു പരിഭവവും കാണിക്കാതെ നടന്നില്ല നീ. എന്നിട്ടും നിന്നിൽ നിന്നൊരു അതേ ചെറിയ അകൽച്ച വന്നത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഹരി ക്ഷമാപണം നടത്തി. നിനക്കൊരുപാട് സങ്കടമായിട്ടുണ്ടല്ലേ? എനിക്കറിയാം. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ അനുഭവിച്ചതിനേക്കാൾ എത്രയോ മുകളിലാവും നിനക്ക് വേദനിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. ഹരികൃഷ്ണയുടെ കൈകൾ തൻ്റെ കയ്യിലെടുത്തു. ഐ ആം സോറി, അവൻ പറഞ്ഞു. എന്നോടെന്തിനാ ഹരിയേട്ടാ സോറിയൊക്കെ? ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, അവൾ കൈപ്പീൻ വലിച്ചുകൊണ്ട് പറഞ്ഞു. ഹരിയേട്ടനും മിനി ചേച്ചിക്കും ഇടയിലൊരു കട്ടുകുറുമ്പാകരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ഹരിയേട്ടൻ എന്നോട് മിണ്ടാതെ പോകുന്നതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. എങ്കിലും ചില നേരത്തെ സങ്കടം വന്നിരുന്നു. അന്ന് എൻ്റെ വീട്ടിൽ പോയി പ്രശ്നമായ ദിവസമൊക്കെ, പിന്നീട് ഈ കല്യാണം ഉറപ്പിച്ചത് വരെ. പല നേരത്തും ഹരിയേട്ടൻ പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോയി. എൻ്റെ തെറ്റാണ് മോളെ, ഞാൻ സമ്മതിക്കുന്നു. പലപ്പോഴും നിന്റെ വേണ്ട പോലെ ഞാൻ പരിഗണിച്ചിട്ടില്ല. എന്നിട്ടും നീ അബിക്ക് വേണ്ടി എന്നെ അവോയ്ഡ് ചെയ്യുന്നതായി തോന്നിയപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. നീ എൻ്റെ അല്ലേ, എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതല്ലേ. പെട്ടെന്ന് മറ്റൊരാൾ കടന്നു വന്നപ്പോൾ എനിക്ക് പറ്റിയില്ല അക്സെപ്റ്റ് ചെയ്യാൻ, അവൻ പറഞ്ഞു നിർത്തി. മറ്റൊരാൾ കടന്നു വരുമ്പോൾ ഒഴിഞ്ഞു കൊടുക്കേണ്ട സ്ഥാനം അല്ലേ പലർക്കും പലരുടെ ജീവിതത്തിൽ ഉള്ളത്, കൃഷ്ണ പറഞ്ഞു. അവളുടെ വാക്കുകൾ ഹരിയുടെ ഹൃദയത്തിലാണ് പതിച്ചത്. അങ്ങനെയാണോ നീ എനിക്ക്? മറ്റൊരാൾ വന്നാൽ ഒഴിഞ്ഞു പോകുമോ നീ എന്നിൽ നിന്ന്? മറ്റൊരാൾക്ക് വേണ്ടി നീ എന്നെ ഒഴിവാക്കുമോ? അവൻ കൃഷ്ണയെ നോക്കി ചോദിച്ചു. ഹരിയുടെ മുഖഭാവം കണ്ടതും അവൾക്ക് സങ്കടം കൂടി. ഒരിക്കലുമില്ല ഹരിയേട്ട. ഹരിയേട്ടൻ്റെ ഹൃദയത്തിൽ എൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്കറിയാം. അതേപോലെ എൻ്റെ ഹൃദയത്തിലും ഹരിയേട്ടൻ ഉണ്ടല്ലോ, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. എൻ്റെ ഹൃദയസഖിയല്ലേ നീ? ഹരി അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അതെ, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ കൃഷ്ണൻ. ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ നീ വേണം, ഉണ്ടാവില്ലേ? അവൻ ആർദ്രമായി ചോദിച്ചു. ഉണ്ടാകണമെന്നാണ് ആഗ്രഹം, അവൾ പറഞ്ഞു. ആഗ്രഹമോ? അപ്പോൾ കൂടെ ഉണ്ടാകില്ല നീ? അവൻ്റെ മുഖം കടത്തു. ഞാൻ മറ്റൊരു വീട്ടിലേക്ക് പോയാൽ പിന്നെ, അവൾ പൂർത്തിയാക്കാതെ നിർത്തി. നീ പോകേണ്ട. എന്താ? അവൾ ഞെട്ടലോട് ചോദിച്ചു. നീ പോകേണ്ട കൃഷ്ണ. എന്നെ വിട്ട്, ഈ വീടിനെ വിട്ടു നീ പോവേണ്ട എവിടെയും. ഹരിയേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കറിയില്ല. അഭിമന്യു നിന്നെ കല്യാണം കഴിച്ചാൽ നീ അയാളുടെ വീട്ടിലേക്ക് പോകണ്ട. പിന്നെ നിന്നൊന്ന് കാണണം എങ്കിൽ പോലും അവരുടെയൊക്കെ അനുവാദം വേണം. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ, നിൻ്റെയോടൊപ്പം ഒന്ന് യാത്ര ചെയ്യാൻ പോലും പറ്റില്ല. ഞാൻ എത്ര ആഗ്രഹിച്ചതാണെന്നറിയുമോ നിന്നെയും കൊണ്ട് എക്സാമിന് പോകുന്നത്. നിന്നോട് ഒരുപാട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. നീയും ഞാനും മാത്രമായി യാത്ര പോകണം എന്നുണ്ടായിരുന്നു. ഇനി അങ്ങനെയൊന്നും പറ്റില്ലല്ലോ, കൃഷ്ണ അവൻ പറയുന്നത് കേട്ടിരുന്നു. നീ ഇല്ലാതെ എനിക്ക് പറ്റുമോ എന്നറിയില്ല. നാളെ നീ പോയി കഴിഞ്ഞാൽ ഞാൻ മിസ് ചെയ്യും ഒരുപാട്. നേരത്തെയൊക്കെ നീ പറഞ്ഞില്ലേ ഞാൻ നിന്നെ അവഗണിക്കുന്നു എന്ന്. പക്ഷെ അപ്പോഴും നീ എൻ്റെ കണ്ണു മുന്നിൽ തന്നെ ഉണ്ടല്ലോ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ ഇനി നീ പോകുമല്ലേ, ആഗ്രഹിക്കുമ്പോഴെല്ലാം ഓടി വന്ന് കാണാൻ പറ്റില്ലല്ലോ. നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. ഹരിയുടെ ശബ്ദം ഇടറിപ്പോയി. നിശബ്ദമായവൻ തേങ്ങുകയാണെന്ന് കൃഷ്ണക്ക് മനസ്സിലായി. ഹരിയുടെ തോളിൽ ചലചായ്ച്ച് കുറച്ചു നേരം കൃഷ്ണ ഇരുന്നു. കുറച്ചു നേരമായി ഇരിപ്പ് തുടർന്നു. ഇരുവരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ, ഹരി ചോദിച്ചു. കൃഷ്ണ ചിരിച്ചു. അപ്പോൾ മീനു ചേച്ചിയോ? അവളെ വേറെ കെട്ടിക്കാം. അഭിമന്യു, അവൻ വേറെ ആരെങ്കിലും കെട്ടട്ടെ. കൃഷ്ണ ഉറക്കെ ചിരിച്ചു. ചിരിയടക്കാൻ അവൾ പാടുപെടുന്നുണ്ടായിരുന്നു. ഹരി അവളെ തന്നെ നോക്കിയിരുന്നു. വേണ്ട അല്ലേ, അവൻ ചമ്മലോടെ പറഞ്ഞു. വേണ്ട. വേണ്ട. നീ എൻ്റെ ഫ്രണ്ടായിരുന്നാൽ മതി, അതാണ് നല്ലത്. ഫ്രണ്ട്ഷിപ്പിന് ഒരു മൂല്യമുണ്ട്, അത് നഷ്ടമാകരുതല്ലേ ഹരിയേട്ട. അതേ എന്ന അർത്ഥത്തിൽ അവൻ തലയാട്ടി അവളെ നോക്കി പുഞ്ചിരിച്ചു.